ഹായ് മക്കളെ, ഞാൻ ബിനീഷ്, സൈലത്തിലെ മാത്തമാറ്റിക്സ് അധ്യാപകനാണ്. കഴിഞ്ഞ 25 വർഷങ്ങളായി എൻട്രൻസ് അധ്യാപന രംഗത്ത് പ്രവർത്തിക്കുന്നു. പ്ലസ് ടുവിന് ശേഷം ഒരു എൻജിനീയറിംഗ് കോഴ്സ് തിരഞ്ഞെടുക്കാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? ഇന്ന് എൻജിനീയറിംഗ് മേഖലയിൽ ഒരു മികച്ച കരിയർ നിങ്ങൾക്ക് സ്വന്തമാക്കണമെങ്കിൽ നിങ്ങൾ എൻജിനീയറിംഗ് പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടുകളായിട്ടുള്ള IITകൾ, NITകൾ മുതലായവയായിരിക്കണം നിങ്ങളുടെ സ്വപ്നത്തിൽ ഉണ്ടാകേണ്ടത്. ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസിലൊക്കെ നിങ്ങൾക്ക് അഡ്മിഷൻ നേടിയെടുക്കണമെങ്കിൽ നമുക്കറിയാം JEE മെയിൻസ്, JEE അഡ്വാൻസ് മുതലായിട്ടുള്ള എക്സാമിനേഷൻസ് ആണ് നമ്മൾ എഴുതേണ്ടത്. ഈ എക്സാമിനേഷൻസ് ഒക്കെ വളരെ സീരിയസ് ആയിട്ട് എഴുതാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് വളരെ ഉറച്ചു പറയാൻ പറ്റും, സൈലം ഈസ് ദി ബെസ്റ്റ് ഓപ്ഷൻ ഫോർ യു. എൻ്റെ 25 വർഷത്തെ ടീച്ചിങ് കരിയറിൽ നിരവധി കുട്ടികളെ ട്രെയിൻ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ നിരവധി തരത്തിലുള്ള ടീച്ചിങ് മെത്തഡോളജികൾ ഉപയോഗിക്കാൻ സാധിച്ചിട്ടുണ്ട്. എനിക്ക് 100% ഉറപ്പിച്ച് പറയാൻ പറ്റും, സൈലത്തിൻ്റെ ഹൈബ്രിഡ് സിസ്റ്റം എന്ന് പറയുന്നത് ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ചിട്ട് ഏറ്റവും ഇഫക്റ്റീവായിട്ടുള്ള ഒരു ടീച്ചിങ് മെത്തേഡാണ്. ഇതൊരു റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ടുള്ള സിസ്റ്റമാണ്. നമുക്കറിയാം JEE പോലുള്ള എക്സാമിനേഷൻസ് ക്രാക്ക് ചെയ്യാൻ ബോർഡ് എക്സാമിന് നമ്മൾ എങ്ങനെയാണോ പഠിച്ചത് ആ രീതി പിന്തുടരുന്നത് ശരിയാകില്ല. ബോർഡ് എക്സാമിന് ക്ലാസ്സിൽ ടീച്ചർ എന്താണോ പഠിപ്പിക്കുന്നത് അതുതന്നെയായിരിക്കും എക്സാമിനേഷന് ചോദിക്കുന്നത്. പക്ഷേ JEE സംബന്ധിച്ചിടത്തോളം എല്ലാ വർഷവും പുതിയ പുതിയ ക്വസ്റ്റ്യൻസ് ആണ്. മാത്രമല്ല പല ക്വസ്റ്റ്യൻസും നമുക്ക് ആൻസർ ചെയ്യണമെങ്കിൽ ഒന്നിൽ കൂടുതൽ ചാപ്റ്റേഴ്സിലെ കോൺസെപ്റ്റുകൾ ലിങ്ക് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ കൺവെൻഷണൽ ലേണിംഗ് മെത്തേഡ് അല്ല ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. ഇവിടെ നമുക്ക് ഒരു ക്രിയേറ്റീവ് സ്കില്ലാണ് ഉണ്ടാകേണ്ടത്. നമ്മളതിനെ പ്രോബ്ലം സോൾവിങ് സ്കിൽ എന്നാണ് വിളിക്കുന്നത്. ഈ പ്രോബ്ലം സോൾവിങ് സ്കില്ല് നമുക്ക് ഉണ്ടാകണമെങ്കിൽ നമ്മളൊരു ആക്റ്റീവ് ലേണിംഗ് പ്രോസസ്സിലൂടെ ആയിരിക്കണം കടന്നു പോകേണ്ടത്. എക്സാമ്പിൾ, നമ്മൾ സൈക്കിൾ ചവിട്ടാൻ പഠിക്കുക എന്ന് പറയുന്നത് ഒരു സ്കിൽ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുകയാണ്. ശരിക്കും നിങ്ങളെ സൈക്കിൾ ചവിട്ടാൻ പഠിപ്പിക്കണമെങ്കിൽ ഒരു ടീച്ചർ നിങ്ങളുടെ മുന്നിൽ വന്ന് ഒരു 10 റൗണ്ട് സൈക്കിൾ ചവിട്ടി കാണിച്ചാൽ ഒരിക്കലും നിങ്ങൾക്ക് ആ സ്കിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. ഇവിടെയും അതുതന്നെയാണ് നടക്കുന്നത്. നമ്മുടെ കൺവെൻഷണൽ സിസ്റ്റത്തെ പറ്റി ചിന്തിച്ചാൽ, കൺവെൻഷണൽ സിസ്റ്റം ഓഫ് ടീച്ചിങ്ങിൽ പല ടീച്ചേഴ്സും ക്ലാസ്സിൽ വരുന്നു, ഒരു പ്രോബ്ലം എടുക്കുന്നു, ആ പ്രോബ്ലം ടീച്ചർ തന്നെ ചെയ്ത് കാണിച്ചതിന് ശേഷം നിങ്ങളുടെ അടുത്ത് പറയുന്നു, കുട്ടികളെ ഇങ്ങനെയാണ് ഈ പ്രോബ്ലം ചെയ്യേണ്ടത്. ഇത് ശരിക്കും ഞാനിപ്പോൾ പറഞ്ഞ സൈക്കിൾ ചവിട്ടാൻ പഠിപ്പിക്കുന്ന രീതി തന്നെയാണ്. പക്ഷേ ഈ രീതിയിൽ പോയാൽ നിങ്ങൾക്ക് ഈ സ്കിൽ ഉണ്ടാക്കിയെടുക്കാൻ ഒരു കാരണവശാലും സാധിക്കില്ല. അപ്പോൾ നിങ്ങൾക്ക് ആ സ്കില്ല് കിട്ടണമെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് തന്നെ പ്രോബ്ലം സോൾവിങ്ങിൽ ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ടിയിരിക്കും. നമ്മുടെ ഹൈബ്രിഡ് സിസ്റ്റത്തിലൂടെ ഈ ഒരു സ്കില്ലാണ് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നത്. ഹൈബ്രിഡ് സിസ്റ്റത്തിൽ ഓൾട്ടർനേറ്റീവ് ഡേയ്സിൽ മാത്രമാണ് നിങ്ങൾ ക്ലാസ് റൂമിലേക്ക് വരുന്നത്. ആ അടുത്ത ദിവസം നിങ്ങൾ ഹോസ്റ്റലിൽ ഇരുന്നാണ് പഠിക്കുന്നത്. ഹോസ്റ്റലിലിരുന്ന് നമ്മുടെ ആപ്പിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്ന ക്ലാസ്സിൻ്റെ വീഡിയോകൾ നിങ്ങൾ സ്വയം കണ്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. അതേ ദിവസം തന്നെ നമ്മുടെ DPPയിൽ കൊടുത്തിട്ടുള്ള പ്രോബ്ലംസ് നിങ്ങളുടെ സ്വന്തം എഫേർട്ടിലാണ് നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. അതിനുശേഷം അടുത്ത ദിവസം ക്ലാസ്സിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ആദ്യം തന്നെ ഒരു എക്സാമിനേഷനാണ് ഫേസ് ചെയ്യാറുള്ളത്. അപ്പോൾ ഈ എക്സാമിനേഷനിലും നിങ്ങൾ നിങ്ങളുടെ സ്വന്തം എഫേർട്ടിലൂടെ പ്രാക്ടിക്കൽ ലെവലിൽ എങ്ങനെയാണോ നിങ്ങൾ പഠിച്ചത് അതിനെ ഒരു പ്രോബ്ലം സോൾവിങ്ങിൻ്റെ ലെവലിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും എന്നാണ് നോക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ, നിങ്ങൾ തന്നെ കുറേ സൈക്കിളൊക്കെ ചവിട്ടിയിട്ടാണ് ക്ലാസ്സിലേക്ക് വരുന്നത്. അതിനുശേഷമാണ് ക്ലാസ്സിൽ ടീച്ചർ വന്ന് നിന്നിട്ട് കഴിഞ്ഞ ദിവസം നിങ്ങൾ എന്താണോ വീഡിയോ ക്ലാസ്സിൽ കണ്ട് മനസ്സിലാക്കാൻ ശ്രമിച്ചത് അതേ ടോപ്പിക്ക് ഒരു ക്ലാസ് റൂമിൽ എങ്ങനെയാണോ നിങ്ങൾക്ക് കിട്ടുന്നത് അതേ രീതിയിൽ വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് നിങ്ങൾക്ക് ഡെലിവർ ചെയ്ത് തരുന്നത്. അപ്പോൾ ശരിക്കും ഇവിടെ ഒരു ഓൺലൈൻ സപ്പോർട്ടും അതോടൊപ്പം തന്നെ ഒരു ഓഫ്ലൈൻ സപ്പോർട്ടുമാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. നിങ്ങൾ തന്നെ ആക്റ്റീവായിട്ട് നമ്മുടെ ഈ ഒരു ലേണിംഗ് പ്രോസസ്സിൽ പങ്കെടുക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് പ്രോബ്ലം സോൾവിങ് സ്കിൽ ശരിക്കും ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. ഇത് വളരെ റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാണെന്ന് ഞാൻ ആദ്യം പറഞ്ഞു. അപ്പോൾ ഈ സിസ്റ്റത്തിലൂടെ നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും IITകൾ, NITകൾ പോലെയുള്ള ഇന്ത്യയിലെ വളരെ പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലേക്ക് നിങ്ങൾക്ക് ഉറപ്പായിട്ടും അഡ്മിഷൻ നേടിയെടുക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെല്ലാവരെയും ഞാൻ സൈലത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഹൈബ്രിഡ് സിസ്റ്റത്തിൻ്റെ സപ്പോർട്ടോടുകൂടി നിങ്ങൾക്ക് നിങ്ങളുടെ സ്വപ്നങ്ങളൊക്കെ നേടിയെടുക്കാൻ സാധിക്കും. അപ്പോൾ ഓൾ ദ വെരി ബെസ്റ്റ്.